നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിന് പോയിട്ട് കഴിച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ഹൈറാ മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുത്തിലുള്ള റെസ്റ്റോറൻ്റാണ്. എക്സാക്ട് ലൊക്കേഷൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മളവിടെ പോയത് ബുഹാരി കഴിക്കണ്ട, പക്ഷേ ബുഹാരി ഈവനിങ് മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് ഇല്ല. അപ്പോൾ നമ്മൾ ഓക്കെ കുഴപ്പമില്ല, മന്തി കഴിക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന നോർമൽ അൽഫാം മന്തി കഴിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി ഫസ്റ്റിന് ഡൈനിങ് കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നോർമലായിട്ടുള്ള ഡൈനിങ് ഉണ്ട്, എ സി ഡൈനിങ് ഉണ്ട്. എ സി ലൈനിലധികം അവർ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത്ര വലിയ പ്രശ്നം നോക്കണ്ട. അപ്പോൾ നമ്മളവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കംഫർട്ടായിരിക്കും. അങ്ങനെ നമ്മളെ ഷവായ് മന്തി ആട്ടോ ഓർഡർ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഷവായ് മന്തി എനിക്ക് അവിടുത്തെ ഇഷ്ടമാണ്. അവിടുത്തെ മസാല കൂട്ടൊക്കെ അടിപൊളിയാണ്. അവരെ റൈസിന് അത്യാവശ്യം ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഡിപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ സാലഡ് തന്നിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു പരാതിയുള്ളൂ, സാലഡിൽ സബോള ഉണ്ടാകുന്നില്ല. ബാക്കി എന്തർത്ഥത്തിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരെ മറ്റേ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരെ ഫുഡാണെങ്കിലും അവരെ പ്രസൻറ്റേഷൻ ആണെങ്കിലും എന്തായാലും, കാരണം നല്ലൊരു കംഫർട്ടായിട്ട്, അതായത് അവർ എ സി ഡൈനിങ്ങിൽ കയറിയപ്പോൾ അത്യാവശ്യം കംഫർട്ടിൽ നിന്ന് കഴിക്കാനും പറ്റും. അവർക്ക് അത്യാവശ്യത്തിന് വലിയ ഡൈനിങ് ഉണ്ട്. അതിനുശേഷം ഞാനും ഷാഫിയും കൂടിയായിട്ട് പോയത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഞാൻ എടുത്തതിന് ശേഷമാണ് അവർ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഷവായ് പീസും അതുപോലെ റൈസും എടുത്തു. റൈസിൻ്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ റൈസ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് അവർ വന്ന് സെർവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. പിന്നെ ചിക്കനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല മസാലയും അതുപോലെ ഫ്ലേവറൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. ഒട്ടും മടുക്കണ രീതിയിലൊന്നും അല്ലായിരുന്നു. നല്ലൊരു രീതിക്ക് നല്ല പ്രസൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലായിരുന്നു ഫുഡ്. അങ്ങനെ കഴിച്ചു നോക്കി. അത്യാവശ്യം റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു റൈസാണ്. അതായത് സ്പൈസസ് ആണെങ്കിലും അതുപോലെ ഫ്ലേവർ ആണെങ്കിലും അതുപോലെ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ക്വാണ്ടിറ്റി വൈസ് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. റൈസിൻ്റെ ക്വാളിറ്റി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ അവിടുത്തെ ആംബിയൻസും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എല്ലാം അവിടെ പോയി ഡൈൻ ചെയ്യാം. ഇവർക്ക് വലിയൊരു ഡൈനിങ് പുറത്തുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ ഞാൻ റൈസ് കഴിച്ചിട്ട് അഭിപ്രായം പറയാച്ചിട്ട് റൈസ് കഴിച്ചു. ഡിപ്പൊക്കെ എടുത്തു. അത്യാവശ്യം റൈസ് ഫസ്റ്റ് വെറുതെ കഴിച്ചു നോക്കി. എനിക്ക് നല്ല ഫ്ലേവർ കിട്ടി. അതായത് നമ്മൾ സാധാ എല്ലായിടത്തും ഉള്ളൊരു മന്തിയുടെ ഫ്ലേവർ എന്ന് ഞാൻ പറയില്ല. ഇവർക്ക് കുറച്ച് സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ അവർ എടുത്ത് നിൽക്കും. എന്തായാലും ഞാൻ കഴിച്ചു. ഞാൻ ആദ്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ വലിയ രീതിക്കാണ് പൊലിപ്പിക്കാത്തത്. ഞാൻ ഇവിടുന്ന് അത്യാവശ്യം 2-3 വട്ടം കഴിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ ആദ്യമായിട്ട് ചെയ്യണമെന്നുള്ളൂ. ചിക്കൻ എടുത്തപ്പോൾ ഷവായുടെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ആ സ്കിന്നിൻ്റെ ഭാഗത്തിന് അത്യാവശ്യം നല്ല ഫ്ലേവർ ആയിരിക്കും. അത് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എടുത്തപ്പോൾ വന്നു. പക്ഷേ എനിക്ക് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. സ്കിന്നിന് ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെടും. അതിനുശേഷം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ലൊക്കേഷനൊക്കെ ഞാൻ വീടിൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ചിക്കനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ജ്യൂസി ആയിരുന്നു, ടെൻഡർ ആയിരുന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യം വരും. ബട്ട് കൊള്ളാവുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പോയെന്ന് മാത്രമല്ല, ഇവർ ഈ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. കാരണം എടുത്തു വരാൻ കാരണം ഞാൻ എന്ന് പോയാലും എനിക്കിത് വലിയ മോശം ഫീൽ ചെയ്തിട്ടില്ല ഇന്നവരെ അവിടെ പോയിട്ട്. എപ്പോൾ പോയി കഴിച്ചാലും ഷാഫി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും പറയണില്ല. ഒറ്റയടിക്ക് അവനെ കാണണ്ടേ, അവൻ കഴിച്ചു നീച്ചു പോയി കൈ കഴുകി. അപ്പോൾ ലൊക്കേഷൻ ഏകദേശം വരുന്നത് നമ്മുടെ ചെറുതുരുത്തിന്ന് ചുങ്കം വഴി വെട്ടിക്കാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് മുന്നേ ആയിട്ടാണ്. അതിൻ്റെ മുന്നേ ഞങ്ങൾ കൈ കഴുകി ഞാൻ ഇവിടുത്തെ ഡൈനിങ് കാണിക്കട്ടെ. എ സി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇതായി. ഇതാണ് എ സിയുടെ ഉള്ളിൽ വരുന്ന ഡൈനിങ്. ഏകദേശം ഒരു 10-30 ആൾക്കാർക്ക് അവിടെ ഇരിക്കുക. അതുപോലെ ഞങ്ങൾക്ക് വന്ന ബില്ല് ഏകദേശം 400 രൂപ കേട്ടോ. ഏത് നോർമൽ റേറ്റിംഗ് ആണ്. ഞങ്ങൾ പെപ്സിയും മേടിച്ചിരുന്നു. ഇതാണ് അവരൊരു വലിയൊരു ഡൈനിങ് ഏരിയ. ആവശ്യത്തിലേറെ സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ക്രൗഡൊക്കെ വന്നാൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫുഡിന് പറയുകയാണെങ്കിൽ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. നിങ്ങളും കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചെറുത്തി സ്കൂളിൽ നിന്ന് കുറച്ചും കൂടിയും വെട്ടിക്കാട്ട് വഴിക്ക് പോകുന്ന വഴിക്കാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അത്യാവശ്യത്തിലേറെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.